സ്വീകരിക്കുന്നതാണ് ചരിത്രത്തിലുള്ള. അതെ, ഒരാളും പീഡിപ്പിച്ചതല്ല, ഒരാളും തീ കൊടുത്തതല്ല. തീ കൊടുത്തു എന്നിവർ പറയുന്നത് പോലും അവർ പറയുന്ന ചരിത്രം അനുസരിച്ച് കൃത്യമായ വൈരുദ്ധ്യമാണ്. മറന്നു പോകരുത്, 40 ദിവസമാണ് ഏറ്റവും ചുരുങ്ങിയത് റസൂലിന്റെ വഫാത്തിന് ശേഷം ഫാത്തിമ ബീവിയുടെ മരണത്തിന്റെ സമയം ഈ മുസ്തഫ മൗലവി പറയുന്നത്. പക്ഷെ അയാൾ പറഞ്ഞനുസരിച്ച് 10 ദിവസത്തെ പൊള്ളലേറ്റുള്ള കടത്തവും പിന്നെ ഒരു 4-5 ദിവസവും കഴിഞ്ഞിട്ട് റസൂലിന്റെ വഫാത്തിന്റെ 15-ാം ദിവസത്തിൽ ഈ മഹദി മരിക്കണമായിരുന്നു. പിന്നെയും കുറെ കള്ളക്കഥകളുണ്ട്, ഓരോന്നോരോന്ന് ഓർമ്മ വരികയാണ്. ആയിഷ ബി വന്നു എന്നാണ്. ആ സമയത്ത് ഫാത്തിമ ബിയുടെ മുഖം കാണിക്കാൻ സമ്മതിച്ചില്ല എന്നാണ്. അത് തുബരിയിലുണ്ട് എന്നാണ് പറയുന്നത്. തുബരിയിൽ അങ്ങനെ ഒരു പ്രയോഗമേ ഇല്ല. ഒന്ന്. രണ്ടാമതായി ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ മഹദിയാകുന്ന ഫാത്തിമ ബി മരണപ്പെട്ടിട്ട് അവർ പറയുന്നുണ്ട്, എൻ്റെ മുഖം, എൻ്റെ ശരീരം ആർക്കും കാണിച്ചു കൊടുക്കരുത്. ആയിഷ ബീവിക്ക് എന്നല്ല, ആയിഷ ബീവിക്ക് കാണിക്കരുത് എന്ന് ഇവർ പറയുന്നതിന്റെ ദുരുദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാവും. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മോളാണ് ആയിഷ ബി. അപ്പൊ സിദ്ദീഖ് തങ്ങളോട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആയിഷ ബി വന്നാൽ കാണിക്കരുത് എന്ന്. സത്യത്തിൽ എൻ്റെ ശരീരം, എൻ്റെ മുഖം മരണപ്പെട്ടാൽ ആർക്കും കാണിക്കരുത് എന്ന് വസിയത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മരണം കേട്ട ഉടനെ ആയിഷ ബി വരുമ്പോ അത് കാണാൻ പാടില്ലെന്ന് അവരോട് പറയണത്. അവരുപ്പാൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്, കംപ്ലൈന്റ് പറയുന്നുണ്ട്, എനിക്ക് കാണിച്ചു തരുന്നില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പരിപാടി? ആ സമയത്ത് ആർക്കും കാണിച്ചു കൊടുക്കരുത് എന്ന് മഹദി പറഞ്ഞിട്ടുണ്ട് എന്ന് വീട്ടിനകത്ത് നിന്ന് നിർദ്ദേശം കിട്ടുന്നു. എങ്കിൽ ആ വസിയത്തനുസരിച്ച് പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്മാറുന്നു. എന്നല്ല, ഒരു ഹൗദജ്, ഒരു ഒട്ടകക്കട്ടിൽ രൂപീകരിച്ചു എന്നാണ്, ഉണ്ടാക്കിയെന്നാണ് മരണത്തിന്റെ മുന്നേ തന്നെ. എന്നിട്ട് ഫാത്തിമ ബീവി പറയുന്നുണ്ട്, ഇത് നല്ല മനോഹരായിരിക്കണല്ലോ, ഇത് നല്ല മനോഹരായിരിക്കണം, തനിക്ക് യാത്ര പോവാൻ, ആരും കാണാതിരിക്കാൻ. അതുവരെയൊക്കെ മയ്യത്ത് ഈ ചെറിയ കോണി പോലുള്ള സംഭവത്തിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോകലാണ് പതിവ്. അതില്ലാതെ ഒരു കട്ടിൽ വെച്ചു, ഒരു ഒട്ടകക്കട്ടിൽ പോലെയുള്ള, ഇന്നൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു മൂടി ഉണ്ടാക്കി ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, വളരെ മനോഹരം, എത്ര സേഫായിട്ട് മരിച്ചു പോകാം എന്നുള്ള രീതിയിൽ. അവരുടെ വസിയത്തായിരുന്നു ആർക്കും കാണിച്ചു കൊടുക്കരുത് എന്ന്. അതിന്റെ ഭാഗമായി ആയിഷ ബി റളിയല്ലാഹു അൻഹയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. അത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് സിദ്ദീഖ് തങ്ങൾ പറയുന്നത്, വസിയത്ത് പ്രകാരം പ്രവർത്തിച്ചോളൂ. മരിച്ച ഒരാൾ വസിയത്ത് ചെയ്താൽ അത് പാലിക്കൽ നിർബന്ധമാണ്. അപ്പോടെ കൂട്ടിച്ചേർക്കുക, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മയ്യത്ത് നിസ്കരിക്കാൻ വന്നില്ല എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക, ഒരു റിവായത്ത് പ്രകാരം ഫാത്തിമ ബിയുടെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് 1-ാം ഖലീഫയാകുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ മറ്റൊരു റിവായത്ത് അനുസരിച്ചോ നേതൃത്വം കൊടുത്തത് അലിയാരാണ്. സംഗതി സിദ്ദീഖുൽ അക്ബർ തങ്ങളടക്കം പ്രമുഖരായ എല്ലാ സഹാബികളും നിസ്കാരത്തിനുണ്ടായിരുന്നു. പിന്നെ ഒരു വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏകദേശം വൈകുന്നേരം മരണപ്പെടുന്നു, പെട്ടെന്ന് തന്നെ മയ്യത്തെടുക്കണമെന്ന് മഹദി വസിയത്ത് ചെയ്തിരുന്നു. അതാണല്ലോ ഇസ്ലാമിൻ്റെ ഒരു രീതി. അപ്പോൾ ഒരു വമ്പിച്ചൊരു സമൂഹം ഒരുമിച്ച് കൂടിയിട്ട് ഒരു വലിയ നിസ്കാരം നടന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ്? മഹദിയുടെ വസിയത്ത് കൊണ്ടാണ്. മരണപ്പെട്ടാൽ എന്നെ പെട്ടെന്ന് തന്നെ മറവ് ചെയ്യണമെന്ന് അവർ വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം റസൂലിന്റെ അടുത്തേക്ക് പോകാൻ തിടുക്കപ്പെട്ട് നിൽക്കുകയാണ്. ഇവിടെ വെച്ചുകൊണ്ടിരിക്കരുത്, ഇന്നാൾ വരാണ്ട്. ഇപ്പോഴൊക്കെ അങ്ങനെയല്ലേ, അമേരിക്കയിൽ നിന്ന് ഒരു മോൻ വരാണ്ട്, പിന്നെ UAE നിന്ന് ഒരാൾ വരുന്നുണ്ട്, നാളെ മറ്റന്നാളും ലീവാ, ഇനി അതിന്റെ പിറ്റേന്നേ ഓന് വിസ കിട്ടുള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യുക, ആശുപത്രി കൊണ്ടുപോയിട്ട് ഫ്രീസറിൽ വെക്കുക. ഇതൊന്നും പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു ശരിയായ രീതിയല്ല. ഇതാണെങ്കിലോ 6 മാസമായിട്ട് റസൂലിനെ കാണാൻ മുട്ടി നിൽക്കുകയാണ് മഹദിയാം ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് മരണപ്പെട്ടാൽ ഉടനെ മറവ് ചെയ്യണമെന്ന് അവർ വസിയത്ത് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ വസിയത്ത് പാലിച്ച് പെട്ടെന്ന് തന്നെ മറയതു. ദൂരമുള്ള സഹാബിവര്യന്മാർക്കൊന്നും അവിടെ എത്താൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ വെച്ചിട്ട് കുറേ സഹാബിമാരൊന്നും പങ്കെടുത്തില്ല എന്ന് പറയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രം വ്യക്തമാണ്, പ്രമാണങ്ങൾ വസ്തുനിഷ്ഠവും സുഭദ്രവുമാണ്. കൃത്യമായ രീതിയിൽ അത് സമൂഹം പഠിച്ചിട്ടുമുണ്ട്. ആയിഷ ബീവിയാട്ടെ, ഫാത്തിമ ബീവിയാട്ടെ, ഖദീജ ബീവിയാട്ടെ, മുത്തറസൂലുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ മുസ്ലിം സമൂഹം നോക്കി നിൽക്കുമെന്നത് ഈ സമൂഹത്തോടുള്ള ഏറ്റവും പുച്ഛം നിറഞ്ഞ ആരോപണമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ധീരനും ശൂരനും വില്ലാളിയൊക്കെ ആയിട്ട് അലി ബിൻ അബി ത്വാലിബ് തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ മറ്റു ചിലർ വന്നിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുമ്പോൾ അത് കണ്ട എവിടെയോ ഒന്നിങ്ങനെ ഓച്ചാനിച്ച് നിന്നു എന്ന് പറഞ്ഞാൽ, അലിയാർ തങ്ങളുടെ ആളുകളാണെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇവർ. എന്നിട്ട് അവരൊക്കെ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. സയ്യിദ്ന ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഏറ്റവും നല്ല രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്നു. അവിടുന്ന് ഖിലാഫത്ത് രൂപപ്പെട്ടതിന് ശേഷം അങ്ങിങ്ങായിട്ട് ചില ശബ്ദങ്ങൾ, അത് എത്ര ആത്മാർത്ഥമായിട്ടാണെങ്കിലും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ ആ ചർച്ചയിൽ പങ്കെടുപ്പിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതുപോലും തെറ്റാണ്. കാരണം റസൂൽ തങ്ങളുടെ ജനാസ കർമ്മമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുകയാണ് അവർ. റസൂലിൻ്റെ ജനാസ എടുക്കുന്നതിൻ്റെ മുമ്പ് ഖിലാഫത്ത് രൂപപ്പെടണം, അതിനുവേണ്ടിയുള്ള പ്രവൃത്തിയിലാണ് മറ്റുള്ളവർ. രണ്ടുപേരും അവരുടെ ദൗത്യം നിർവഹിച്ചതാണ്. എന്നാൽ ചില അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വാഭാവികമായിട്ടും നമ്മളെ റസൂൽ മരിച്ചിട്ട് നമ്മളോടൊന്ന് ചോദിക്കണ്ടായിരുന്നോ എന്നുള്ള രീതിയിൽ ചില ചിന്തകളുണ്ടായി. അത് ഉമറുൽ ഫാറൂഖ് തങ്ങൾ തിരുത്തുന്നു. കാരണം ഖിലാഫത്ത് വളരെ പ്രധാനമാണ്. മുസ്ലിം ലോകത്തിൻ്റെ ഐക്യം റസൂലിൻ്റെ വഫാത്തിൻ്റെ ഇടയിലുള്ള പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഈ ചർച്ചയായിട്ട് ഇവിടെ നിൽക്കരുത്. ഞാനെങ്ങാനും പറഞ്ഞ ആളുകൾ നിങ്ങളുടെ വീടിന് തീ കൊടുക്കുന്നതാണ് പറയുന്നത്, ഇവരുടെ മേൽ തീ കൊടുക്കുന്നതാണ് പറയുന്നത്. ഫാത്തിമ ബീവിയെ ഒഴിച്ചു നിർത്തിയിട്ടാണ് ആ വാക്ക് പോലും. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് ഫാത്തിമ ബീവി പറയുന്നത്, എല്ലാവരും പൊയ്ക്കോളൂ, ഇനി ബൈഅത്ത് ചെയ്യാതെ എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന്. നിങ്ങൾ മടങ്ങി വരരുത് ബൈഅത്ത് ചെയ്യാതെ. അപ്പൊ ബൈഅത്തിനെ അംഗീകരിക്കുന്നു. എല്ലാവരും ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക ലോകത്ത് ഒരാൾ പോലും മാറി നിന്നിട്ടില്ല. അങ്ങനെ തന്നെയായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിലെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ എടുക്കുക, ജനങ്ങളുടെ അതങ്ങനെ ഭത്സിച്ച് വിശദീകരിച്ച് കുഴപ്പാക്കാൻ ശ്രമിക്കുക. അങ്ങനെ കുറേ മുഅ്മിനീങ്ങളുടെ ഇടയിൽ വസ്വാസ് ഉണ്ടാക്കിയിട്ട് ഷിയായിസം കുത്തിവെക്കാനാണ് ശ്രമമെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന കാലം മുസ്തഫ മൗലവിയുടെ സ്വപ്നം പൂവണിയില്ലെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. നമ്മൾ പരിശുദ്ധമായ റസൂലിൽ നിന്ന്, സഹാബികളിൽ നിന്ന്, പൂർവികരിൽ നിന്ന് കേട്ടുവന്ന ഇസ്ലാമിക ചരിത്രമുണ്ട്. അതിനപ്പുറം മറ്റൊന്നുമില്ലാന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് അയാളെന്നെ പറയുന്ന ഒരു വാക്ക് ഞാൻ ഉദ്ധരിച്ചു. ഇത് നിങ്ങൾ കിതാബുകൾ നോക്കിയാൽ കാണൂല. പിന്നെ എവിടുന്ന് അത് കിട്ടേണ്ടത്? നിങ്ങൾ സുലൈമുൽ ഹിലാലിയുടെ കിതാബ് നോക്കണമെന്ന്. അദ്ദേഹത്തിൻ്റെ കിതാബിനെ പറ്റിയാണ് എല്ലാ പണ്ഡിതന്മാരും അത് അവലംബനീയമല്ലെന്ന് പറയുന്നത്. എന്നാൽ എല്ലാ ഷിയാ പണ്ഡിതന്മാരും അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണെന്ന് പറയുന്നത്. ആ പുസ്തകം ഇല്ലാത്തവൻ ഷിയായിസം ഒന്നും പഠിച്ചില്ല എന്നൊക്കെ പിൽക്കാലക്കാരാകുന്ന ഷിയാ പണ്ഡിതന്മാർ എഴുതി വെക്കുന്നത്. ആ പുസ്തകത്തിൽ നിന്നാണ് ഈ കള്ളക്കഥകളൊക്കെ ഉദ്ധരിക്കുന്നത്. ഈ സുലൈമിനെ കുറിച്ച് പ്രത്യേകിച്ച് വ്യക്തമായ രീതിയിലുള്ള പഠനങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അദ്ദേഹം ആരായാലും ഈ കിതാബ് വളരെ വൃത്തികെട്ടതാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഉണ്ടാവും ചില മുസന്നിഫിന്റെ വിരുദ്ധമായി പിൽക്കാലത്ത് ആടിയും പലതും എന്നിട്ട് അവരുടെ മേലിൽ അധ്യാരോപിക്കപ്പെടും. അതിനാണ് പ്രക്ഷിപ്തങ്ങൾ എന്ന് പറയുന്നത്. ആ ദസ് എന്ന് പറയും നമ്മുടെ അറബിയിൽ. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ടോ എന്നതൊക്കെ കൂടുതൽ പഠിക്കേണ്ടതാണ്. എന്തായാലും നിലവിലുള്ള ആ പുസ്തകം ആധികാരികമേ അല്ല, അത് ഷിയാക്കളുടെ ഏറ്റവും അവലംബകൃതിയാണ്. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇസ്ലാമിനെ മാനം കെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അവരൊക്കെ സ്വപ്നലോകത്ത് മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്തി. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിലെ ഓരോ പോയിന്റ് വേറെ എടുത്ത് നമുക്ക് ആവശ്യമെങ്കിൽ മറുപടി പറയേണ്ടതുണ്ട്. അള്ളാഹു ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല രീതിയിൽ ഷഅബാനിനെയൊക്കെ ആസ്വദിച്ച് പരിശുദ്ധ റമദാനിലേക്ക് ഇഖ്ലാസുള്ള ഹൃദയവുമായി കടന്നെത്താൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.